38 ദിവസമായി തുടരുന്ന സമരം വീണ്ടും ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ ആശാ വർക്കേഴ്സ്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ആശമാർ യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറണമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഓണറേറിയം ഒരു രൂപ പോലും കൂട്ടാൻ കഴിയില്ലെന്ന് മന്ത്രി അറിയിച്ചു എന്നാണ് ആശാ വർക്കേഴ്സ് പറഞ്ഞത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിശക്തമായി തുടരാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം സമരം ചെയ്യുന്ന ആശമാരുമായി അതുപോലെ അതിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ ആളുകളുമായിട്ടും ചർച്ച നടത്തി. ഇന്ന് 12:30 സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്റ്റേറ്റ് മിഷൻ ടീമും SPM-ൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഒരു സമരം പിൻവലിക്കുന്ന തീരുമാനമാകാത്തത് കൊണ്ടും മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇത് 2ാം തവണയാണ് അവരുമായിട്ട് ചർച്ച നടത്തുന്നത്. അവർ സമരം ആരംഭിച്ച് 4ാമത്തെ ദിവസം സ്റ്റേറ്റ് മിഷൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ആ ചർച്ചയിലും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് 15-ാം തീയതി 10 മണിക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു. ആദ്യം 15-ാം തീയതി ഞാൻ നടത്തിയ ചർച്ചയിലും സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ പറഞ്ഞതെല്ലാം വളരെ അനുഭാവപൂർവ്വം കേട്ടു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂറിലധികം 1 മണിക്കൂർ 40 മിനിറ്റ് അത് ഓർക്കാൻ കാരണം 11:30 എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് അന്നും ഞാൻ അവസാനം പറഞ്ഞത്. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പുറത്ത് പ്രഖ്യാപിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നും ഇക്കാര്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലേറ്റവും ഒടുവിലായി ഉന്നയിക്കപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ച വിഷയം അതിൽ ഓണറേറിയം നൽകുന്നത് 2 രീതിയിലാണല്ലോ. ഒന്ന്, ഓണറേറിയം സംസ്ഥാനം മാത്രമായിട്ട് നൽകുന്നു. ഇൻസെൻറ്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകുന്നു. സംസ്ഥാന സർക്കാർ ആശമാർക്ക് നൽകുന്ന ഓണറേറിയം 7,000 രൂപയാണ്. കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് 3,000 രൂപയാണ്. ആ ഫിക്സ്ഡ് ഇൻസെൻറ്റീവിൽ 1,600 രൂപ കേന്ദ്രവും 1,400 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. അതുകൂടാതെ ഓരോ സേവനങ്ങൾക്കുമുള്ള ഇൻസെൻറ്റീവുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ അത് എൻട്രി ചെയ്യുമ്പോൾ ഒരു ആശയ്ക്ക് ലഭിക്കുന്നത് 75 രൂപയാണ്. അതിലും 60-40%. ഇമ്മ്യൂണൈസേഷൻ സാധാരണ 20 രൂപ. ഇത് കേന്ദ്രമാണ് ഇൻസെൻറ്റീവ് 2006-ൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യം, ഈ ഓണറേറിയം നൽകുന്നതിന് ഒരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. 2017-ലെ ഉത്തരവായിരുന്നു അത്. അപ്പോൾ മാനദണ്ഡങ്ങൾ ഇല്ലാതെ 10 മാനദണ്ഡങ്ങളായി അത് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആശ ഫെഡറേഷൻ 6-ാം തീയതി ഒരു രാപ്പകൽ സമരം നടത്തി. 7-ാം തീയതി അവർ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 5-ാം തീയതി 6-ാം തീയതിയോ 6-നോ 7-നോ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 7-ാം തീയതി SMDയുടെ പ്രൊസീഡിങ്സ് ഇറക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ, അത് ഞാൻ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാനദണ്ഡം പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു. 7-ാം തീയതി തന്നെ SMD പ്രൊസീഡിങ്സ് ഇറക്കിയിരുന്നു.
ഇവർ 10-ാം തീയതിയാണ് സമരം തുടങ്ങുന്നത്. 14-ാം തീയതിയോ 15-ന് എൻ്റെ അടുത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ ടെക്നിക്കൽ കമ്മിറ്റി ഈ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പ്രപ്പോസൽ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ആശമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യമുണ്ടായ സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായി. അത് നമ്മൾ നടപ്പിലാക്കി ആ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കാലയളവിൽ ഇപ്പോൾ 2023 ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേർഡായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ഇറക്കുകയുണ്ടായി. അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്.